ഫസ്റ്റത്തെ നമ്മുടെ മലൈമകൾ എന്ന് പറയുമ്പോൾ നമ്മളതേ കൈ ഇതാണ്. അവിടെ അരുളിയ പറഞ്ഞപ്പോൾ കൈ ഇതായിരുന്നു വന്നത്. മുരുകൻ്റെ ഇതായിരുന്നു നമ്മൾ മുരുകനെ പിടിച്ചത്. ഇവിടെ നമ്മൾ മരതക എന്ന് പറയുമ്പോഴേ ഇങ്ങനെയാണ് നമ്മുടെ കൈകൾ പിടിക്കുന്നത്. അപ്പോൾ ദേ ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആ മരതകത്തിൻ്റെ ആ ഒരു ഭംഗി. ഇവിടെ നമ്മളിത് ഇങ്ങനെ കൈ പിടിച്ച് ഇതിലോട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാണ് കിടക്കുക. ഇത് നമുക്ക് വേണിച്ച കൈ ഇങ്ങനെ നീട്ടി പിടിച്ചും കിടക്കാൻ പറ്റും. അതല്ല വെച്ചാൽ ഇങ്ങനെ പത്മനാഭനെയാണ് കാണിക്കുന്നത്. കലിയുഗ വരദൻ കൺ കൺ ദൈവം കാച്ചിയണി പദം പഴനിയിലേ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ് എന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുന്നവരാണെന്ന് വെച്ചാൽ അറിയാം, നമ്മളിപ്പോൾ ഒരു മുരുകൻ്റെ ഒരു ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പല്ലവി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ അതിൻ്റെ അനുപല്ലവിയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുപല്ലവിയിലത്തെ പാട്ട് വരുന്നത് ഞാനിപ്പോൾ ഒന്ന് പാടണ്ട്. മലൈമകളരുളിയ ശക്തിവേൽ മുരുകൻ, അതാണ് വരുന്നത്. അതൊരു 3 ലൈനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്തത് വരുന്നതാണ് മരതകവർണ്ണനാം തിരുമാൾ മരുകൻ. ആ ഒരു ലൈനുമാണ് നമ്മുടെ അനുപല്ലവിയിലായിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ ഞാൻ മുദ്രകൾ മാത്രമാണ് കാണിച്ചു തന്നത്. അപ്പോൾ അത് വീഡിയോ കണ്ട എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ നമുക്ക് ഈ അനുപല്ലവീൻ്റെ ആ മുദ്രകൾ ഇപ്പം ഞാൻ പാടിയ പാട്ടിൻ്റെ ലൈനുകളൊക്കെ ഒന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മളിവിടെ അനുപല്ലവി തുടങ്ങുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും തൊട്ടു മുന്നേ ഞാൻ പഠിപ്പിച്ച പല്ലവി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്ന പാട്ട് ഇതാണ്. മലൈമകളരുളിയ ശക്തിവേൽ മുരുകൻ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അതൊരു 3 ലൈനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ മുദ്രകൾ നോക്കാം. ഫസ്റ്റത്തെ നമ്മുടെ മലൈമകൾ എന്ന് പറയുമ്പോൾ നമ്മളതേ കൈ ഇതാണ്, ദേവീനെയാണ് പിടിക്കുന്നത്. അപ്പോൾ മലൈമകൾ. അടുത്തത് അരുളിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈതേ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്, അരുളിയ. ഇനി ഇവിടെ ശക്തിവേൽ മുരുകൻ എന്ന് പറയുമ്പോൾ ആ കൈതേ അതേപോലെ ഇങ്ങനെ മുരുകനെ പിടിക്കുക ചെയ്യണം. ശക്തിവേൽ മുരുകൻ. അപ്പൊ നിങ്ങൾക്ക് കൈ കിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത ലൈനിൽ നമ്മുടെ മലൈമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെയാണ്. നമ്മുടെ റൈറ്റ് കൈ ഇവിടുന്ന് അളപത്മം ഇങ്ങനെ ദേവിയായിട്ട് ഇങ്ങനെ മലൈമകൾ. ഇനി അരുളിയ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് അരുളിയ. ഇവിടുത്തെ ശക്തിവേൽ മുരുകൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് മയൂരം പിടിച്ചിട്ടുള്ള മുരുകൻ. അതിങ്ങനെ കാലൊക്കെ നീട്ടി അങ്ങോട്ടൊരു പോസായിട്ട് നിൽക്കുന്നതാണ് ശക്തിവേൽ മുരുകൻ. അപ്പോൾ രണ്ടാമത്തെ കൈ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ മൂന്നാമത്തെ മലൈമകൾ എന്നുള്ളത് നമ്മുടെ കൈതേ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത്, മലൈമകൾ. ഇവിടെ വീണ്ടും അരുളിയ പറയുമ്പോൾ ഇതേ അരുളിയ എന്നുള്ളതാണ്. ഇവിടുത്തെ ശക്തിവേൽ മുരുകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ മുരുകൻ ഇതാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ 3 ലൈനാണ് ചെയ്തത്. അതിൽ 3 നമ്മൾ ഓരോ ദേവിമാരെ ആയിട്ടാണ് കൊടുത്തത്. അതേപോലെ മുരുകൻ്റെ മുദ്രയും നമ്മൾ ഓരോന്നായിട്ടാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഞാൻ ഒരു വട്ടം കൂടി ഒന്ന് കാണിക്കേണ്ട, ഒന്ന് നോക്കിക്കോളൂ. ഫസ്റ്റത്തെ മലൈമകൾ ഇതായിരുന്നു ദേവീനെ പിടിച്ചത്. അവിടെ അരുളിയ പറഞ്ഞപ്പോൾ കൈ ഇതായിരുന്നു വന്നത്.
മുരുകൻ ദേ ഇതായിരുന്നു നമ്മൾ മുരുകനെ പിടിച്ചത്. എന്നിട്ട് രണ്ടാമത്തെ ദേവി ഏതായിരുന്നു? മലൈമകൾ എന്ന് പറയുമ്പോൾ ഇതായിരുന്നു മലൈമകൾ എന്ന് പിടിച്ചത്. ഇവിടെ അരുളിയ പറഞ്ഞപ്പോൾ ദേ ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞ മുരുകൻ ദേ ഇതായിരുന്നു മുരുകൻ വന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലൈനിൽ നമ്മൾ മലൈമകൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ പിടിച്ചു, അരുളിയ പറഞ്ഞപ്പോൾ ഇങ്ങനെ പിടിച്ച് ഇവിടുത്തെ മുരുകൻ നമ്മളിതേ ഈ മുരുകനെയാണ് പിടിച്ചത്. അപ്പം നമ്മൾ അടുത്ത ലൈനിൽ പാടുന്ന പാട്ട് ഇതാണ്. മരതക വർണ്ണനാം തിരുമാൾ മരുകൻ. ഇവിടെ നമ്മൾ മരതക എന്ന് പറയുമ്പോഴേ ഇങ്ങനെയാണ് നമ്മുടെ കൈകൾ പിടിക്കുന്നത്. അപ്പോൾ ദേ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആ മരതകത്തിൻ്റെ ആ ഒരു ഭംഗി, കല്ലിൻ്റെ മരതക. വർണ്ണനാം പറഞ്ഞ അണിഞ്ഞ, അപ്പോൾ ദേ ഇങ്ങനെ വർണ്ണനാം നല്ലതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ തിരുമാൾ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെയാണ്. തിരുമാൾ മരുകൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ദേ ഇവിടെ ഇങ്ങനെ കുട്ടീനെയാണ് കാണിക്കുന്നത്, മരുകൻ. ഇനി രണ്ടാമത്തെ ലൈനിലും അതേ തന്നെയാണ്. മരതക പറയുമ്പോൾ ഇങ്ങനെ മരതക. ഇനി ഇതേ ഇങ്ങനെ വർണ്ണനാം പറയുമ്പോൾ അതേ വർണ്ണനാം. ഇവിടെ നമ്മളിത് ഇങ്ങനെ കൈ പിടിച്ച് ഇതിലോട്ട് ഇങ്ങനെ ചെരിച്ച് പിടിച്ചാണ് കിടക്കുക. ഇത് നമുക്ക് വേണിച്ച കൈ ഇങ്ങനെ നീട്ടി പിടിച്ചും കിടക്കാൻ പറ്റും. അതല്ല വെച്ചാൽ ഇങ്ങനെ പത്മനാഭനെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ കുട്ടി എന്നുള്ളത് മരുകൻ എന്നുള്ളത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ലൈനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമ്മൾ ദേവിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം ചെയ്ത 2 ലൈനിൻ്റെയൊക്കെ താത്തേ തേത്ത അവസാനം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതേപോലെ നമ്മളിവിടെ താത്തേ തേത്ത എന്നുള്ളൊരു സ്റ്റെപ്പാണ് കളിക്കാൻ പോണത്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പാടിയൊരു പാട്ടുണ്ട്, മലൈമകൾ അരുളിയ. അപ്പം അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച മലൈമകൾ അരുളിയ എന്നുള്ള ലൈനുണ്ട്, അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതേ ലൈന് താത്തേ തേത്ത എന്നുള്ള സ്റ്റെപ്പിലായിട്ടാണ്. അപ്പോൾ മലൈമകളരുളിയ ശക്തിവേൽ മുരുകൻ. അത് കഴിഞ്ഞാൽ മരതക. മരതക വർണ്ണനാം തിരുമാൾ മരുകൻ. അതാണ് നമ്മൾ ഈ 2 ലൈനാണ് താത്തേ തേത്തയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ നമ്മൾ ദേവിയിലൊക്കെ പഠിച്ച അതേപോലെ തന്നെ പല്ലവി അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തക്കതിമി ചെയ്യാൻ പോവുകയാണ്. 7 തക്കതിമി തേത്തേ ദിതിതയുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തക്കതിമി എന്ത് ചെയ്തു, അതേ ഭാഗമാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. അവിടുത്തെ തക്കതിമിയിൽ നമ്മളിതേ ഇതായിരുന്നു മുരുകനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ കലിയുഗയാണ് ഇവിടെ പാടാൻ പോകുന്നത്. കലിയുഗ വരദൻ കൺ കൺ ദൈവം കാച്ചിയണി പദം പഴനിയിലേ. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് പോകണം. നമ്മുടെ അനുപല്ലവി കഴിഞ്ഞു, നമ്മൾ ബാക്കിലോട്ട് പോകണം. അപ്പം നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോഴായിട്ട് നമ്മൾ ചെയ്യണത് ഇതാണ്. അവിടെ പല്ലവീൻ്റെ അവസാനം ചെയ്തിട്ടുണ്ടായിരുന്നു, കാവടിയാണ് കൈ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ കാവടിയാണ് നമ്മൾ ഇവിടെ അതേ സ്റ്റെപ്പിന് ഇവിടെ ചെയ്യണം. അപ്പം കൈ ഇതെങ്കിലും പിടിച്ചിട്ട് കലിയുഗ വരദൻ കൺ കണ്ട ദൈവമ കാച്ചിയണി പദം പഴനിയിലേ. അപ്പോൾ നമ്മൾ അടുത്ത ചലനത്തിലോട്ട് പോകുമ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും സമത്തിൽ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ചലനത്തിൻ്റെ റെഡിയായി കൈയ്യിടെ ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഈ പഠിപ്പിച്ച അനുപല്ലവീൻ്റെ ഭാഗങ്ങൾ മനസ്സിലായോ? പറഞ്ഞ ലൈനിന് പിന്നെയും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ആ ഒരു 3 ലൈന് ദേവിയുടെ 3 തരം മുദ്രയെ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാത്രം ആണ് അതൊന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ കുറേ വട്ടം പറഞ്ഞ് വലിയ വീഡിയോ ആക്കുന്നില്ല, അതുകൊണ്ടാണത് ഇങ്ങനെ എല്ലാം ഓരോ വട്ടം പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇത് ഈ അനുപല്ലവി കഴിഞ്ഞാൽ നമുക്കിനി ഒരു എപ്പിസോഡും കൂടി ചലനത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചലനം കഴിഞ്ഞിട്ടുണ്ട്, ചെന്തുണ്ട് നമ്മൾ ഇതേ
പിന്നെ ഇപ്പോൾ കൈകളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് നമുക്ക് അതിൻ്റെ കൂടെ കാലും കൂടിയും പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഈ കൈ പഠിപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കാറ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഇതൊക്കെ കണ്ടു പഠിക്കണേ. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇതുവരെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞ അനുപല്ലവീൻ്റെ കൈകളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ ചലനത്തിൻ്റെ കൈയും കൂടിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാലാണ് നമ്മൾ കാല് കാണിക്കുന്നത്. അത് നിങ്ങൾ എൻ്റെ ദേവി നീയേ തുണ എന്നുള്ളൊരു ഡാൻസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെന്ന് വെച്ചാൽ മനസ്സിലാവും. അതിലും ഞാൻ ഇതേപോലെ ആദ്യം നമ്മൾ കൈകളാണ് പഠിപ്പിച്ചത് മുദ്രകളായിട്ട്. അതിനുശേഷമാണ് അതിൻ്റെ കാലുകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെയും അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.